ഹായ്, ഇന്ന് നമ്മളൊരു വെജിറ്റേറിയൻ കറിയാട്ടോ തയ്യാറാക്കുന്നത്. കൂൺ സ്റ്റൂ, മഷ്റൂം കുറുമ എന്നൊക്കെ പറയാം. ഇത് നമുക്ക് വിരുന്നൊക്കെ വരുമ്പോഴല്ലേ, ഗസ്റ്റൊക്കെ വരുമ്പോൾ സൽക്കാരങ്ങൾക്കൊക്കെ വെജിറ്റേറിയന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാട്ടോ. എല്ലാത്തിൻ്റെയും കൂടെയും പോവും. അപ്പോൾ ഈ അടിപൊളി ഡിഷ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇവിടെ മഷ്റൂം സ്റ്റൂ, അതായത് കൂൺ സ്റ്റൂവിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം ബട്ടൺ മഷ്റൂം ആയിട്ട് എടുത്ത്, ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതാ ഇതുപോലുള്ള ഇത് ഞാൻ അരമണിക്കൂർ മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് വെച്ചതാ. അതെന്തായാലും വെക്കണേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അതിന് ശേഷം ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് മുറിച്ചെടുത്താ കേട്ടോ. അത് ഏത് കൂണെടുക്കുകയാണെങ്കിലും ഒരു അരമണിക്കൂർ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണ്. ഇവിടെ ഞാനൊരു സോസ് പാൻ വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 മണി ഉലുവ ചേർത്തെടുക്കുക. ആ ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ഇടത്തരം ഒനിയൻ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും ഇഞ്ചിയും അര വീതം വെച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവിനുള്ള പച്ചമുളകും ഞാനൊരു 6-7 നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷമുള്ള അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മാത്രമേ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്നുള്ളൂ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, ഇത് വേണ്ടിയാൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ നമ്മളെ മഷ്റൂമില്ലേ, കൂണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. കൂണൊക്കെ മസാലയിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ, നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ചേർത്തെടുത്ത പാല് 1 കപ്പ് തേങ്ങ ചിരവിന്ന് ഞാൻ ആദ്യം കുറച്ച് ഫസ്റ്റ് പാൽ എടുത്ത് വെച്ചിട്ട് ബാക്കി വെള്ളം കൂട്ടി അരച്ച് തേങ്ങാപ്പാൽ എടുത്താൽ കേട്ടോ. രണ്ടാം പാൽ അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണേ. കൂണിട്ട് നമ്മൾ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക, നോക്കിയിട്ട് ചേർക്കാം. ഇനി ഒരു 10 മിനിറ്റ് പെട്ടെന്ന് വേവ് ഈ കൂന്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടിച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമ്മുടെ കൂണൊക്കെ വെന്ത് ഇതാ ഒഴിച്ച് രണ്ടാം പാലൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ട് ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഒരു 10 അണ്ടിപ്പരിപ്പ് ബോയിൽ ചെയ്ത് അതേ വെള്ളത്തിൽ അരച്ചെടുത്തത് കേട്ടോ. കുറച്ച് കുറുക്കിയാണ്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇത് വേവട്ടെ കേട്ടോ. അണ്ടിപ്പരിപ്പ് ഒന്ന് വെന്തിയുണ്ട്. അതിലേക്ക് ഒരു പകുതി തക്കാളി ചെറുതായി മുറിച്ച ഇത് വേണം, ഒരു പച്ചമുളകും ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ചെയ്ത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ മഷ്റൂമിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങും ചെറിയൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഇപ്പോൾ കറി കുറച്ച് കൂടുതൽ വേണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. തക്കാളി ഇട്ടു, അതിനുശേഷം ഒന്ന് ചെറുതായി തിളച്ചിട്ടുണ്ട്. ഞാൻ തീ ചെറുതാക്കി കൊടുക്കുകയാണ്. അത് നമ്മൾ ഫസ്റ്റ് പാലില്ലേ, നേരത്തെ സെക്കൻഡ് പാൽ ഒഴിച്ചു, അതെടുക്കുമ്പോൾ അത് ഫസ്റ്റിലെടുത്ത് വെച്ച 1/2 കപ്പ് ഫസ്റ്റ് പാലാണ്, 1-ാം പാൽ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മിക്സ് ആക്കിയിട്ട് തിളയ്ക്കാൻ പാടില്ല. സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാ സൈഡിൽ നിന്നൊക്കെ തിള വന്നു, ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചെറിയുള്ളിയും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ കറി വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ഇത്തിരി കടുക് ഇട്ട് കൊടുക്കട്ടെ. കടുകൊക്കെ പൊട്ടിയുണ്ട്. ആ സമയത്ത് നമുക്കൊരു 4-5 ചെറിയുള്ളി ചെറുതാക്കി മുറിച്ച് വെച്ചേർക്കാം. ഏകദേശം വാടിയുണ്ട്. അതിലേക്ക് ഞാൻ ഇത്തിരി കരിവേപ്പിലയും മല്ലിയിലയും ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കണം.
പാകമായി വന്നുകൊണ്ട് മല്ലിയിലയൊക്കെ ഒന്ന് വാടി ഇനി തീ ഓഫ് ചെയ്യുക. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്തൊക്കെ. എന്നിട്ടിത് അതേപടി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാ കണ്ടോ, നമ്മുടെ കൂൺ കറി ഇവിടെ റെഡി ആട്ടോ. കൂൺ സ്റ്റൂ എന്ത് വേണമെങ്കിലും പറയാം, കൂൺ കുറുമാന്നോ അങ്ങനെ വേണമെങ്കിലൊക്കെ പറയാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാ ചിക്കൻ കുറുമ, ഫിഷ് കുറുമ ഒക്കെ ഉണ്ടാക്കല്ലേ, മട്ടൻ കുറുമ ഒക്കെ, അത് എന്തിനൊക്കെ കോമ്പിനേഷൻ ഉണ്ട് അതൊക്കെ ഇതും അതേ ഇതാണ്. നല്ല ടേസ്റ്റാണ് അപ്പം നൂൽപുട്ടിനൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ അറിയിക്കുക കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.